നമസ്കാരം. ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിൽ ചാമ്പ്യനാണ് നരേന്ദ്രമോദി എന്ന ഗോദി മാധ്യമങ്ങളുടെ വാഴ്ത്തുപാട്ടിൽ മോദിക്ക് തന്നെ സംശയം വന്നു തുടങ്ങിയോ എന്ന തോന്നലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഭരണകാര്യങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യമായ ആഹ്വാനവുമായി രംഗത്തു വന്നതാണ് ഇതിന് കാരണം. കൃത്യമായ വിവരണം നൽകുന്നതിലൂടെ മാത്രമേ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിയൂവെന്ന തിരിച്ചറിവ് കൂടിയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തം. സർക്കാർ നയങ്ങൾ, സുപ്രധാന തീരുമാനങ്ങൾ എന്നിവ പൊതുജനങ്ങളെ അറിയിക്കണമെന്ന് മന്ത്രിമാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം അടുത്തിടെ നിർദ്ദേശം നൽകിയിരുന്നു. സർക്കാർ നേട്ടങ്ങൾക്ക് തുരങ്കം വെക്കുന്ന പ്രതിപക്ഷ നീക്കത്തെ ചെറുക്കാനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന നടപടിയെ പ്രതിരോധിക്കാനും ലക്ഷ്യം വെച്ചായിരുന്നു ഇത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൃത്യമായ വിവരണം നൽകുക എന്നത് വളരെ പ്രധാനമാണ്. അതിലൂടെ മാത്രമേ പൊതുജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കാനും അവരുടെ ധാരണകളെ രൂപപ്പെടുത്താനും ആത്യന്തികമായി തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനും സാധിക്കൂ. ചെറിയ പോരായ്മകളെ ഉയർത്തിക്കാട്ടി സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്ത് സർക്കാർ നയങ്ങളെയും സംരംഭങ്ങളെയും എല്ലാം വെല്ലുവിളിക്കാനാണ് പലപ്പോഴും പ്രതിപക്ഷം ശ്രമിക്കാറുള്ളത്. നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് ജനങ്ങളിലേക്ക് പകരുന്നത് ഏതെങ്കിലും വിധത്തിൽ ഒരു റെക്കോർഡ് സൃഷ്ടിക്കുകയെന്ന ഉദ്ദേശത്തോടെയല്ല, മറിച്ച് ജനങ്ങളുടെ പ്രതീക്ഷയും വിശ്വാസവും നിലനിർത്താനും കൂടി ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നും മോദി പറഞ്ഞു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്കെതിരെ ശക്തമായ പ്രചാരണമാണ് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് നടത്തിയത്. ഭരണഘടന ഭേദഗതി ചെയ്യാനും ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയെ തന്നെ തകർക്കാനും BJP ശ്രമിക്കും എന്നായിരുന്നു അവരുടെ പ്രധാന ആരോപണം. വോട്ടർമാർക്കിടയിൽ ഭയവും ആശങ്കയും നിറയ്ക്കാൻ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഇത്തരം ആരോപണങ്ങൾ. എന്നാൽ ഈ പ്രചാരണങ്ങളെ പ്രധാനമന്ത്രി തള്ളിക്കളഞ്ഞു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രതിപക്ഷ നീക്കമാണിതെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഭരണം ലഭിച്ചാൽ രാജ്യത്തിന്റെ അടിസ്ഥാന ഘടനയെ തന്നെ മാറ്റിമറിക്കുമെന്ന ഭരണഘടനാ ഭേദഗതിക്കായിരിക്കും BJP ശ്രമിക്കുകയെന്നായിരുന്നു പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചത്. എന്നാൽ അത്തരത്തിലൊരു ഉദ്ദേശവും തങ്ങൾക്കില്ലെന്ന് BJP ആവർത്തിച്ച് വ്യക്തമാക്കി. ഇത്തരം ആരോപണങ്ങളുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് BJP യോഗങ്ങളിൽ പ്രധാനമന്ത്രി ആവർത്തിച്ച് നിർദ്ദേശം നൽകിയിരുന്നു. മുസ്ലിം സമുദായങ്ങളോട് വിവേചനം കാണിക്കുമെന്നായിരുന്നു മറ്റൊരു ആരോപണം. ന്യൂനപക്ഷ വോട്ടുകൾ BJPക്ക് എതിരാക്കാൻ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഇത്. എന്നാൽ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇതിനെ നേരിടാൻ BJPക്ക് സാധിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ജാതി മതങ്ങൾക്ക് അതീതമായി എല്ലാവരുടെയും ഉന്നമനം ലക്ഷ്യം വെച്ചാണ് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെന്ന് പ്രധാനമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടും സർക്കാരിനെ ക്രൂശിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ച് ലഡാക്കിലെ ചൈനീസ് കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡത സംരക്ഷിക്കുന്നതിൽ BJP പരാജയപ്പെട്ടുവെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തിയത്. എന്നാൽ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സ്വീകരിച്ച നടപടികളിലൂടെ ഇന്ത്യയുടെ ഒരു തുണ്ട് ഭൂമി പോലും നഷ്ടമായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇത്തരം ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നും മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അടുത്തിടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ ആശയവിനിമയം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിച്ചിരുന്നു. തീരുമാനങ്ങൾ വേഗത്തിൽ കൈക്കൊള്ളുന്നുണ്ടെന്നും സർക്കാരിന്റെ പ്രവർത്തനങ്ങളും നടപടികളും നയങ്ങളുമെല്ലാം പൊതുജനങ്ങളെ അറിയിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ മാത്രമല്ല, ഭരണത്തിൽ പുലർത്തേണ്ട ഉത്തരവാദിത്വവും സുതാര്യതയും വളർത്തിയെടുക്കാനും ഇത്തരം സമീപനങ്ങൾ സഹായകമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പിൽ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും അദ്ദേഹം വിശദീകരിച്ചു. സഹകരണ ഫെഡറലിസത്തോടുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുന്നതിന് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സമീപനം. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം സുഗമമാക്കുന്നത് സർക്കാർ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലവത്താകാനും വലിയ വിഭാഗം ജനങ്ങളിലേക്ക് ഈ നേട്ടങ്ങൾ എത്തിക്കാനും സഹായിക്കും. മാറിവന്ന രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ആശങ്ക കൂടി വെളിവാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇത്തരം നിർദ്ദേശങ്ങൾ. കാരണം വിവരങ്ങൾ കൃത്യമായും അല്ലെങ്കിലും അത് പൊതുജനങ്ങളെ വളരെ എളുപ്പത്തിൽ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളിലേക്ക് ശരിയായ വിവരങ്ങൾ എത്തിച്ചും തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിച്ചും വികസനത്തിൽ ഊന്നിയുള്ള സദ്ഭരണം ഉറപ്പാക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നത് എന്നും മോദി പറഞ്ഞു. സർക്കാർ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ജനങ്ങളെ അറിയിക്കാനും പ്രതിപക്ഷത്തിന്റെ തെറ്റായ ആരോപണങ്ങളെ ചെറുക്കാനും കൂടിയാണ് ആശയവിനിമയത്തിന് ഊന്നൽ നൽകണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുന്നത്. തെറ്റായ വിവരങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങളെയും നയങ്ങളെയും കുറിച്ച് സമയബന്ധിതമായും കൃത്യമായും ജനങ്ങളെ അറിയിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അതിപ്രധാനമാണ്. സുതാര്യത, ഉത്തരവാദിത്വം, ഫലപ്രദമായ ആശയവിനിമയം എന്നിവയിൽ ഊന്നിയുള്ള പ്രവർത്തനം ശക്തമായൊരു ഭരണം കാഴ്ചവെക്കുന്നതിന് മാത്രമല്ല
മറിച്ച് രാഷ്ട്രീയത്തിലെ തെറ്റായ ആഖ്യാനങ്ങളെ ചെറുക്കുന്നതിനുള്ള പ്രതിബദ്ധത കൂടിയാണ് പ്രതിഫലിക്കുന്നത് എന്നും മോദി വിശദീകരിച്ചു. എല്ലാം മോദി എന്ന ഒറ്റ ഉത്തരത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ ഇനി കഴിയില്ല എന്ന പരോക്ഷ സമ്മതം കൂടിയാണ് ഈ നിലപാട് മാറ്റത്തിൽ തെളിയുന്നത്. ഈ തിരിച്ചറിവ് ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്ന് ചുരുക്കം.